കൈരളി ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഈ ഓണത്തിന് ഓണവിശേഷങ്ങളും സിനിമാ വിശേഷങ്ങളുമായി അനുശ്രീയാണ്. അനുശ്രീ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്തായാലും അനുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓണം വളരെ സ്പെഷ്യലാണ്. കാരണം ഓണത്തിന് 2 റിലീസാണുള്ളത്, കൊച്ചോപ്പ ഉല അയ്യപ്പ കോയിലോ പിന്നെ ഒപ്പം. ഒരു ആക്ട്രസിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം സിനിമ ഓണത്തിന് റിലീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഓണ സന്തോഷം എന്ന് പറയുന്നത്. അതെ. അപ്പൊ എന്താണ് ഒപ്പത്തിന്റെ വിശേഷങ്ങളൊക്കെ പറയും? ഒപ്പം എല്ലാവരും ഇങ്ങനെ ഒപ്പം ഉണ്ട്. സന്തോഷം. അതേ, എന്താണ്, ഒരു മൂവി റിലീസ് ആവുന്നതല്ല, ഓണത്തിന് എനിക്ക് ഒപ്പം കിട്ടിയതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഇത് പറഞ്ഞതുപോലെ ഇതുവരെയുള്ള നാടൻ ക്യാരക്ടേഴ്സ് നിന്ന് മാറി ഒരു IPS ഓഫീസറായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതും ആദ്യത്തെ ഒരു പരീക്ഷണമാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കഥാപാത്രത്തിലേക്ക് ലാൻഡ് ചെയ്തത്? അത് എനിക്കറിയില്ല, പ്രിയൻ സാറിനോട് ചോദിക്കണം. പ്രിയൻ സാറാണ് എന്നെ ഇതിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ ശരിക്കും എൻ്റെ ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇതെങ്ങനെ ഇത് എന്നെ ചൂസ് ചെയ്തു എന്നുള്ളതാണ്. മേ ബി ഇതിഹാസമോ കണ്ടിട്ടുണ്ടാവണം ചിലപ്പോൾ. അല്ലാണ്ട് വേറൊരു മൂവി ചോദിച്ചാലും എന്നെ ഒരു പോലീസ് ഓഫീസറായിട്ട് അങ്ങനെ കാസ്റ്റ് ചെയ്തൊക്കെ അങ്ങനെ എല്ലാം നാടനല്ലേ ഞാൻ ചെയ്തേക്കുന്നത്. പക്ഷെ എന്തോ ചിലപ്പോൾ ഹൈറ്റ് ആയിരിക്കും, ചിലപ്പം ഹൈറ്റ് വലിയ കുഴപ്പമില്ലാണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു പക്ഷെ സാറിന് അതായിരിക്കും. ഞാനും ഇതിങ്ങനെ ചോദിച്ചിട്ട് എന്ത് കണ്ടിട്ടാണ് ഞാൻ ചോദിച്ചു. പക്ഷെ സാർ അതിനെ കൃത്യമായിട്ട് എനിക്കൊരു മറുപടി തന്നിട്ടില്ല. ഇനി ഞാൻ ആ ചോദ്യം എന്തായാലും ചോദിക്കും. കാരണം പല ആൾക്കാരും എന്നോട് ഇത് ചോദിക്കുന്നുണ്ട്, അല്ല എന്താണ് പ്രിയൻ സാർ നിന്നെ ചൂസ് ചെയ്തെന്നുള്ളത്. എന്തായാലും ഈ ഒരു ചോദ്യത്തിന് കാണുന്ന ഓരോരുത്തരും ഉണ്ടാവും. കാരണം അവർക്കൊക്കെ അറിയാം എന്താണ് അനുശ്രീ നമ്മൾ പറയുന്നതിനേക്കാൾ അവര് വിചാരിച്ചോട്ടെ, അല്ലേ, ഗസ് ചെയ്തോട്ടെ. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. കാരണം പ്രിയൻ സാറിനെ പോലെ ഒരു അത്രയും വലിയൊരു സംവിധായകന്റെ മൂവിയിൽ വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രം, അതൊരു ത്രൂ ഔട്ട് ക്യാരക്ടറോ അല്ലെങ്കിൽ എല്ലാ എപ്പോഴും ഉള്ള ഒരു സംഭവം അങ്ങനെയൊന്നുമല്ല, ചെറിയൊരു ക്യാരക്ടറാണ്. എന്നാൽ പോലും അതിന്റെ ഒരു അങ്ങനത്തെ ഒരു മൂവിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ശരിക്കും സന്തോഷം. മലയാളികൾ എന്നല്ല, എല്ലാ ഇന്ത്യൻസും ആക്ച്വലി എന്താ പറയാ കാത്തിരിക്കുന്നതാണ് പ്രിയദർശൻ സാറിന്റെ മൂവീസ് റിലീസ്. ഇന്ത്യൻ മൂവിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള ഡയറക്ടർ. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഫസ്റ്റ് കോള് വന്നപ്പോ റിയാക്ഷൻ? ശരിക്കും അതിന്റെ അസിസ്റ്റന്റ് ആണ് എന്നെ ആദ്യം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, പ്രിയൻ സാറിന്റെ മൂവിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് എന്നോട് ആദ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചിട്ട് പ്രിയൻ സാറിന്റെ കൈ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പം ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് നേരിട്ട് സൗണ്ട് കേൾക്കണത്, ഫോണിൽ കൂടിയാണ്, അല്ലാണ്ട് മുമ്പ് കണ്ട് അങ്ങനെയുമില്ല. അപ്പം ഇങ്ങനെ പറഞ്ഞു, സാർ അപ്പം തൊട്ട് മുമ്പ് മഹേഷിൻ്റെ പ്രതികാരം ഇപ്പം കണ്ടു എന്ന് പറഞ്ഞു, അതിനെ പറ്റിയിട്ട് പറഞ്ഞു. അതിനുശേഷം നമ്മുടെ മൂവി ഇങ്ങനെയാണ്, ക്യാരക്ടർ എല്ലാം പറഞ്ഞു. അപ്പോൾ ശരിക്കും ഇതിനു മുമ്പേ ഇങ്ങനത്തെ ഒരു മൂവിയിലേക്ക് അനുവിനെ പ്രിയൻ സാർ വിളിക്കും തന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈശ്വരൻ എന്താണ് ഇതിലും നാടൻ ഭാര്യയായിരിക്കും. എന്തായാലും അങ്ങനത്തെ സാറിന്റെ മൂവീസ് നോക്കുകയാണെങ്കിലും നമുക്കറിയാലോ കുറേ സിനിമകൾ ഹിറ്റ് ചിത്രങ്ങൾ കാണും. അപ്പം അങ്ങനത്തെ ഒരുപാട് ചിത്രങ്ങളാണ് മനസ്സിൽ കൂടി ഇങ്ങനെ പോയത്. ചിത്രം, വന്ദനം, പല പല ബാക്ക്ഗ്രൗണ്ട് സ്കോർസ്. പക്ഷെ വിളിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഒപ്പം ഒരു ത്രില്ലർ, അതില് ലാൽ സാറിന്റെ കൂടെയുള്ള ഒരു IPS ഓഫീസർ, അതൊന്നും സ്വപ്നെ വിചാരിക്കുന്നില്ല. കാരണം പ്രിയൻ സാർ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എന്നെ വിളിക്കുമെന്ന് വിചാരിക്കുന്നേ ഇല്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടും സാറ് പറഞ്ഞു, ചെയ്യാമെന്ന് പറഞ്ഞു. ശരിക്കും അതൊരു ഭാഗ്യമാണ്. അതിപ്പോൾ പ്രിയൻ സാർ മാത്രമല്ല, പ്രിയൻ സാർ, മോഹൻലാൽ സാർ ടീമിന്റെ കൂടെ, കാരണം അത്രത്തോളം ഹിറ്റ് സമ്മാനിച്ചിട്ടുള്ളവരാണ്. കണ്ടു വളർന്ന നമ്മളൊക്കെ അത് കണ്ടാണ് വളർന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു വിജയ ടീമിന്റെ കൂടെ അവരുടെ ഒരു എക്സ്പീരിയൻസ്, അവരെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുക എന്നുള്ളത് ശരിക്കും ഒരു അനുഭവം തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞു കേട്ടത് പ്രിയൻ സാർ വളരെ ബോൾഡ് ലുക്കുള്ള, വളരെ ഹെൽത്തി, ആരോഗ്യമതിയായ ഒരാള്. അങ്ങനെയാണ് അനുവിനെ എന്നുള്ളത് എനിക്ക് അറിയണം. കാരണം ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ പറഞ്ഞപ്പോഴേ ഞാൻ ചോദിച്ചു, സാർ IPS ഓഫീസർ ആണെങ്കിൽ ഇങ്ങനെ ഓട്ടോ ഫൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വയ്യ എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പൊ എങ്ങനെ ഹെൽത്ത് ശരിയാവും എന്നുള്ളതാണ്. ഞാൻ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹെൽത്തി ഇൻ ദ സെൻസ്, നല്ല എന്നെ പോലത്തെ ഹെൽത്തി അല്ല, വളരെ സ്ലിം. മേ ബി സാറിന് തോന്നി കാണുമായിരിക്കാം, ഒരു ഡയറക്ടേഴ്സിന്റെ നമ്മൾ കാണുന്നവരെ ആയിരിക്കില്ലല്ലോ അവരൊരാളെ കാണുമ്പോൾ അവര് നോക്കാം. സോ അങ്ങനെയായിരിക്കും സാറിന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കും. എന്തായാലും ആ ഒരു തോന്നലിന് നന്ദി. കാരണം നേരത്തെ കേട്ട് മാത്രം പരിചയമുള്ള പ്രിയൻ സാറിനെക്കാട്ടിലും 1000 മടങ്ങ് ബഹുമാനമാണ് ഇപ്പൊ സാറിനോടുള്ളത്. സാറിന്റെ മൂവിയിൽ വർക്ക് ചെയ്തു, സാറുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണെങ്കിലും ആ ഒരു കൂട്ടാണെങ്കിലും ശരിക്കും പണ്ട് പ്രിയദർശൻ മൂവി എന്ന് പറയുന്നത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഇപ്പൊ സാറിനെയും കൂടെ അറിഞ്ഞപ്പോഴത്തേന് ശരിക്കും നമ്മള് മലയാളികൾ എന്താ പറയാ ഹിന്ദിയിലേക്കൊക്കെ പോയതിനു ശേഷം പുള്ളി ഒരു മലയാളം സിനിമ ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കും. നമ്മളെ തഴഞ്ഞിട്ട് പോയോ എന്നൊക്കെ തോന്നി. ഇപ്പൊ ശരിക്കും ഡബിൾ എക്സൈറ്റ്മെന്റ്. പ്രിയദർശൻ സാർ, ലാലേട്ടൻ ടീം ആവുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഭയങ്കര ഒരു ത്രില്ലർ, വെറൈറ്റി ഉള്ള ഒരു സബ്ജക്ട് എന്നൊക്കെ കേട്ടപ്പോൾ ശരിക്കും ഒരു എക്സൈറ്റ്മെന്റ്. അപ്പൊ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരെ പോലെ തന്നെയാണ് ഇത് കാത്തിരിക്കുന്ന പ്രേക്ഷകർ. അതെ അതെ അതെ. അനുശ്രീ ഒരു പോലീസ് ഓഫീസർ നേട്ടം ആക്ച്വലി
ഫോട്ടോ കണ്ടപ്പോൾ കൊള്ളാലോ, നമ്മുടെ പോസ്റ്റേഴ്സിലൊക്കെ കണ്ടപ്പോൾ അടിപൊളി യൂണിഫോം ഒക്കെ ഇട്ടിട്ട്. എങ്ങനെയുണ്ടായിരുന്നു കാക്കി യൂണിഫോം ഒക്കെ ഇട്ടിട്ട്? കാക്കി യൂണിഫോം ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, കാരണം ഞാൻ NCC കേഡറ്റാണ്. സോ ഞാൻ റിപ്പബ്ലിക് ഡേ ക്യാമ്പിന് ഞാൻ ഡൽഹി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്ഥിരം ഞാൻ കാക്കി യൂണിഫോമിൽ തന്നെ ഒരു വർഷം ത്രൂ ഔട്ട് ഫുൾ ക്യാമ്പ് ഒക്കെ ആയിട്ട് അതെനിക്ക് ഓക്കെയാണ്. ഇല്ല, പക്ഷെ എന്നിരുന്നാൽ പോലും ഇത്രത്തോളം ഒരു പെർഫെക്ഷനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്കില്ല. നമ്മൾ രാവിലെ റെഡി ആയി പോകുന്നു, പരേഡിന് പോകുന്നു എന്നുള്ളതല്ലാണ്ട് നമ്മുടെ കോസ്റ്റ്യൂം ഇത്ര പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊന്നുമില്ല. പക്ഷെ സാർ എന്ന് പറയുന്നത് ഡ്രസ്സിലൊരു ചുളിവ് പോലും പാടില്ല, കറക്റ്റ് ഫിറ്റ് ആയിരിക്കണം, അങ്ങനത്തെ ഒരു പെർഫെക്ഷൻ്റെ ആളാണ്. സോ അത്രത്തോളം പെർഫെക്ഷൻ വരുമ്പോൾ നമുക്കാണെങ്കിലും ഇട്ട് കാണുമ്പോൾ നമുക്കും ഒരു കൊള്ളാം, നമുക്ക് തന്നെ സ്വന്തമായിട്ട്. അപ്പം എനിക്ക് പണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ആർമി ഓഫീസർ ആവണം. അങ്ങനെ തന്നെയാണ്. അതായത് +2 കഴിയുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല, നേരെ എന്താണോ ഇതിന് വേണ്ടത്. അപ്പം എനിക്ക് ആർമി ഓഫീസേഴ്സ് കോണ്ടാക്ട് ഉണ്ട്. സോ അവരോട് ഞാൻ ചോദിക്കും എന്താണ് എക്സാം, എന്താണ് അതിനെന്താണ്, ഇതെല്ലാം ഓക്കെയാണ്. പിന്നെ ഇത് എങ്ങനെയാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്? ഒരു ആർമി ഓഫീസറായി നമ്മളെ NCC കേഡറ്റ് ആയ സ്ഥിതിക്ക് അതിലേക്കുള്ള ഒരു ചായ്വ് കുറച്ച് കൂടുതൽ തന്നെയായിരിക്കും. പക്ഷെ എന്തായാലും പ്രിയദർശൻ സാർ അറിഞ്ഞിട്ടുണ്ടാവൂല NCC കേഡറ്റ് ആയിരുന്നു എന്നുള്ള കാര്യം. അതറിയില്ല, പക്ഷെ ലാൽ സാറിനോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ആർമി ആഗ്രഹമുണ്ട്, സോ ടെറിട്ടോറിയൽ ആർമിയിൽ ജോയിൻ ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ഇരട്ടി സന്തോഷമാണ് എനിക്ക് യൂണിഫോം ഇട്ടപ്പോ. അമ്മയ്ക്കാണ് പെട്ടെന്ന് ഞാൻ ഈ യൂണിഫോമിൽ വന്നപ്പോൾ ഭയങ്കര പെട്ടെന്ന് പുള്ളിക്കാരത്തേക്ക് സങ്കടമാണ് ഭയങ്കരമായിട്ട് ഇമോഷണൽ. കാരണം എല്ലാവരുടെ അടുത്തും എനിക്ക് ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ ആർമി തന്നെയാണെന്നാണ് എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നതും എല്ലാം. അപ്പൊ പെട്ടെന്ന് അത് ആയില്ല. എന്നാ ഇതില് എങ്ങനെ ആയതിൽ അമ്മയ്ക്ക് സങ്കടമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഒരു കോസ്റ്റ്യൂമിൽ വീണ്ടും കണ്ടപ്പോഴത്തേന് പെട്ടെന്ന് കരയുകയൊക്കെ ചെയ്തു. ഞാൻ എന്തിനിരുന്ന് കരയുന്നേ? പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു കോസ്റ്റ്യൂമിൽ ഇത്ര ഒരു നാളിന് ശേഷം നിൽക്കാൻ കഴിഞ്ഞതിൽ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് പിന്നെ അങ്ങനെ വിചാരിക്കുന്നൊന്നും ഇല്ലല്ലോ. അത് ശരിക്കും ഒരു പഴയ ഓർമ്മകൾ, കാര്യങ്ങൾ. ഷൂട്ട് തുടങ്ങുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നതാട്ടോ, മലയാളത്തിലെ ഒരു വിജയശാന്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അനുശ്രീ. എന്താ പറയാ, നാടൻ കഥാപാത്രം, നാടൻ പെൺകുടിയായി ഒരുപാട് കഥാപാത്രം ചെയ്തിട്ട് അനുശ്രീ ഒരു ഇച്ചിരി കൂടെ എന്താ പറയാ ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന ഒരു നായിക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഇപ്പൊ അനുശ്രീയുടെ മുഖം. മലയാളത്തിൽ ഈ ഒരു അറ്റ് പ്രസന്റ് ഉള്ള ഹീറോയിൻസിനെ നോക്കുവാണെങ്കിൽ ഇപ്പം ഇതിഹാസ അല്ല ഗംഭീരൻ എന്താ പറയാ ഫൈറ്റ് ഒക്കെ നമ്മുടെ വലിയ വലിയ നായകന്മാര് ചെയ്യുന്ന ചാടിച്ചവിട്ട് സെറ്റപ്പിലൊക്കെ. ശരിക്കും ഒപ്പത്തിന്റെ കഥ കേട്ടപ്പോ അയ്യോ എനിക്ക് ഫൈറ്റ് ഉണ്ടെങ്കിൽ പറ്റില്ല, ഹെൽത്ത് ഓക്കെ അല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും എനിക്കിപ്പോ തോന്നും കുറച്ച് ഫൈറ്റ് ഒക്കെ വേണമായിരുന്നു എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും. പക്ഷെ കുറച്ച് ഗുണ്ടകളൊക്കെ ഞാൻ ശരിയാക്കാമായിരുന്നു. നമുക്ക് അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമിൽ കുറച്ച് ഫൈറ്റ് ഒക്കെ വേണമായിരുന്നു ഇപ്പൊ ഞാനിരുന്ന് ആലോചിക്കും. അപ്പൊ പ്രിയൻ സാർ അടുത്ത പടം എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്യാൻ മാത്രമല്ല നമ്മുടെ വേറെ വേറെ ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ. എന്തായാലും മെന്റലി അനുശ്രീ പ്രിപ്പയർഡ് ആണ് കുറച്ചും കൂടി ഫൈറ്റ്സ് ഒക്കെ ചെയ്യാനായിട്ട്. ആക്ച്വലി ഇപ്പൊ ഇതിഹാസം കാണുമ്പോൾ തന്നെ ഞാൻ ആലോചിക്കുന്നു ഭയങ്കര പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒതുങ്ങിയിരിക്കുക, എന്താ പറയുക, നാണം ശൃംഗാരം എന്നൊക്കെയുള്ളതാണ് ബേസിക് ഭാവങ്ങൾ. പെട്ടെന്ന് അതിൽ നിന്ന് മാറി ഒരു പെൺവേഷം കഥ പറയാൻ എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ, ഒരു ആരോഹണം എന്ന് പറഞ്ഞ പോലെ എന്താ ഒരു ആള് വിട്ട് കൂടുമാറൽ അല്ലെ, അതല്ല സംഭവം. ഓക്കെ, അപ്പൊ ആൺകുട്ടിയുടെ എന്താ പറയാ മനസ്സും പെൺകുട്ടിയുടെ ശരീരമായിട്ട് അപ്പൊ ആ ഒരു സ്റ്റൈല് ഫൈറ്റ് ഒക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് ആ ഒരു സംഭവമൊക്കെ ഫൈറ്റ്സ് ഒക്കെ ചെയ്യാൻ നേരത്ത് പഠിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു? അതെനിക്കൊന്നും NCC ഞാൻ അത് അത്ര ഉണ്ടായിരുന്നുള്ളൂ. NCC സ്പോർട്സും തന്നെ എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ശരിക്കും ഇതിഹാസം ശരിക്കും അവര് ആ ഡയറക്ടേഴ്സ് എന്നെ ചൂസ് ചെയ്തപ്പോൾ അവരും എന്നെ അതിനൊരു ഹൈറ്റ് കണ്ടപ്പോൾ തോന്നി മേ ബി ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന്. അങ്ങനെയാണ് എന്നോട് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഫൈറ്റിന് മുമ്പ് അങ്ങനെ പിന്നെ ഒന്നും പ്രിപ്പയർ ചെയ്യുക അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. ചെന്നു ഇന്ന് മുതൽ ഫൈറ്റാന്ന് പറയുന്നു, രാവിലെ 7 മണിക്ക് ചെല്ലുന്നു, ഫൈറ്റ് തുടങ്ങുന്നു. പക്ഷെ അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഭയങ്കര ബോഡി പെയിനും കാര്യങ്ങളും, കാരണം നമ്മള് വേറെ രീതിയിൽ അനങ്ങുന്നില്ലല്ലോ, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലോ. പക്ഷെ എന്നാലും അതൊരു സ്ക്രീനിൽ വന്നപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് സ്ഥിരമായിട്ട് മറ്റേ ഫുൾ കരാട്ടെ ഫുൾ ഫൈറ്റ് ഉള്ള സിനിമകളായിരുന്നു ആ ഇടയ്ക്ക് പിന്നെ വരുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് എന്തായാലും ശരിയാവില്ല. അപ്പം ഇനിയിപ്പോ ഒരു ഫൈറ്റ് ഒക്കെ ഉള്ള സിനിമ വന്നിട്ടുണ്ടെങ്കിലും ഓക്കെ നമുക്ക് ചെയ്യാം. ആ ഇതിഹാസം കഴിഞ്ഞ് പിന്നെ ഫുൾ ഫൈറ്റിന്റെ പരിപാടിയായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ എടുത്തില്ല.
പക്ഷെ ഇപ്പം ഒപ്പത്തിൽ കുറച്ച് ഫൈറ്റ് ഒക്കെ വേണമായിരുന്നു. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ എന്താ പറയുക ഡ്രീം ഹീറോ ആണ്. എല്ലാ ഹീറോയിൻസ് ആഗ്രഹിക്കുന്ന ലാലേട്ടൻ വർക്ക് ചെയ്തത്. ശരിക്കും ഞങ്ങൾ റെഡ് വൈൻ എന്ന മൂവിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ കോമ്പിനേഷൻ സീനും അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷെ അതിൽ വെച്ച് അറിയായിരുന്നു. പിന്നെ ഒരുമിച്ച് ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് ഇപ്പം ആദ്യമാണ്. അത് ശരിക്കും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ആ ഒരു എക്സ്പീരിയൻസിനെ പറ്റിയിട്ട്. കാരണം ഇപ്പോൾ പ്രിയൻ സാർ എനിക്ക് ഓരോന്ന് പറഞ്ഞു തരുമെങ്കിൽ പോലും പിന്നീട് തെറ്റിപ്പോവാണെങ്കിലും ലാൽ സാർ പറയാറുണ്ട് അനു അങ്ങനെ ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ നീ മോഡുലേഷൻ ഇങ്ങനെ ആക്കുന്നൊക്കെ പറഞ്ഞു തരാറുണ്ട്. ടേക്ക് ഇപ്പോൾ കൂടുതലായി പോയാലും അതിൻ്റെ ഒരു ഇതൊന്നും കാണിക്കാണ്ട് കുഴപ്പമില്ല, നീ ചിന്തിച്ച് ചെയ്താൽ മതി. ചിലപ്പം എനിക്ക് 1-2 ടേക്കൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ടെൻഷനാവും. അപ്പോൾ ഞാൻ അത് പറയും, അയ്യോ ഇനി എനിക്ക് ശരിയാവത്തില്ലായിരിക്കും എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ കൂടും. അപ്പോൾ അവരെ പറഞ്ഞില്ല, നീ ഇരുന്ന് ഒന്നുകൂടെ ഓർത്ത് നോക്ക്, എനിക്ക് ഈ പ്രോംപ്റ്റ് അത് പറ്റൂലേ, കാണാതെ പഠിച്ചിട്ട് അങ്ങനെ പഠനമാണ്. പക്ഷേ എപ്പോഴും തന്നെ അവർ കളിയാക്കും. എന്താ, എനിക്ക് ചില ഡയലോഗ്സ് ഇങ്ങനെ പഠിച്ചിട്ട് ആ വാക്കുകൾ വരത്തില്ല. അപ്പം ഞാൻ അർത്ഥം അതാക്കിക്കൊണ്ട് ഞാൻ എന്തെങ്കിലും മാറ്റും. അപ്പം എന്നോട് എപ്പോഴും പറയും സ്ക്രിപ്റ്റിലുള്ളത് പറയരുത് കേട്ടോ. എപ്പോഴും അവർ പിന്നെ വന്ന് ചോദിക്കും എന്തായിരുന്നു അവിടെ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ടേക്കൊക്കെ കൂടുതൽ എടുത്താലും നമ്മളെ ഭയങ്കര ഫ്രീ ആക്കി കുഴപ്പമില്ല, നീ ആലോചിച്ച് എത്ര സമയം വേണം പഠിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഫ്രീ ആയിട്ട് നിൽക്കുമായിരുന്നു. പ്രിയൻ സാർ ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള സാറും പിന്നെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം കൂടിയാണ്. തീർച്ചയായിട്ടും ഇഷ്ടംപോലെ കണ്ടുപിടിക്കാനുണ്ട്. കാരണം നമ്മളിപ്പോൾ ചെന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അയ്യോ ഇതിന്റെ പകുതി പോലും നമുക്ക് ഇപ്പോഴും അറിയില്ല. ഇപ്പം നമ്മളിപ്പോൾ പോയി അനു ഇങ്ങനെ നിന്നോ ഡയലോഗ് പറഞ്ഞോ എന്ന് പറഞ്ഞാൽ പറയും എന്നല്ലാണ്ട് ഓക്കെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ക്യാമറ അങ്ങനെയായിരിക്കും, ഇവർക്ക് ആ ഒരു ടേംസ് എല്ലാം അറിയാം. എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും എൻ്റെ അടുത്ത് ഇവിടെ നിന്ന് അഭിനയിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിക്കും. അപ്പോൾ ലാൽ സാർ ചോദിക്കും അതുകൂടി ശ്രദ്ധിക്കണ്ടേ, നീ ഇത്ര നാളായില്ലേ എന്ന് പറഞ്ഞിട്ട് അതിനുള്ള വഴക്കും തരുമെങ്കിൽ പോലും അതും ശരിക്കും നമ്മൾ ശ്രദ്ധിക്കാനും നമ്മൾ നല്ലതാവാനും വേണ്ടിയിട്ടാണ് പറയുന്നത്. ശരിക്കും അവരെ പോലുള്ളവർക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല. അപ്പോഴാണ് ശരിക്കും ഞാനും ആലോചിച്ച് തുടങ്ങുന്നത് ഓക്കെ നമ്മളപ്പം ടെക്നിക്കൽ സൈഡും കൂടെ നമ്മളൊന്ന് ചെറുതായിട്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു സെറ്റിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളത്. പഠിച്ചിട്ടില്ല, ചിന്തിച്ചു തുടങ്ങിയത്. ഇനിയിപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അങ്ങനെ ഒരു ട്യൂൺഡ് ആയിട്ടുണ്ട്, കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങുമല്ലേ. നമ്മള് ആരെങ്കിലും അതിനൊരു തുടക്കം വിട്ട് തരണം. കാരണം ഞാനൊക്കെ എന്ന് വെച്ചാല് കട്ട് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ തീർന്നു, പിന്നെ ഞാനിങ്ങനെ വളവളാന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ശരിക്കും അവരൊക്കെ കുറച്ച് നേരത്തേക്ക് പക്ഷെ ആ ഒരു ക്യാരക്ടറായിട്ട് തന്നെ ആയിരിക്കും കുറച്ചു നേരമെങ്കിലും ആ ഒരു മൂഡിൽ തന്നെ ആയിരിക്കും അവരൊക്കെ ഉണ്ടാവുക. ഞാൻ പക്ഷേ ഡയമണ്ട് നെക്ലേസ് തുടങ്ങിയ കാലം തൊട്ട് നമ്മൾ അനുശ്രീയെ കാണുന്നുണ്ട്. ഞാൻ വിചാരിച്ചു കുറച്ച് നാൾ ഇപ്പോൾ കുറേ സിനിമകളൊക്കെ ചെയ്ത് കഴിഞ്ഞു, ഇപ്പോൾ വരുമ്പോൾ കുറച്ചും കൂടി വളരെ സീരിയസ് ആയിട്ടൊക്കെ ഭയങ്കര ഇതായിട്ട് എൻ്റെ വലിയ വ്യത്യാസമൊന്നുമില്ല, വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. വർത്തമാനം ഞാൻ എൻ്റെ അടുത്ത് എല്ലാവരും കാര്യം പറയുമ്പോഴും പറയും കുറച്ച് സ്പീഡ് കുറച്ച് പറയണം, ഇത് അവരൊരു 10 ക്വസ്റ്റ്യൻ ആയിരിക്കും തയ്യാറാക്കിയിട്ട് വരുന്നത്, പക്ഷെ 20 കഴിഞ്ഞാലും സമയമാവില്ല. കാരണം ഞാൻ ഭയങ്കര സ്പീഡിലാണ് കാര്യം പറയണേ. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയും അനു നീ അഭിനയിക്കുമ്പോഴെങ്കിലും ലാൽ ജോസ് സാറിൻ്റെ കൂടുതൽ കിട്ടിയിട്ടുള്ളത്. കാരണം ഡയമണ്ട് നെക്ലേസിന്റെ സമയത്ത് ഇങ്ങനെ സ്പീഡിൽ പോകുമ്പം ലാൽ സാർ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു അനു ഡബിങ് ചെയ്യുമ്പം നമുക്ക് ഇത് ചെയ്ത് നല്ലതായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പീഡ് കുറച്ച് ചെയ്യണമെന്ന്. കുറച്ച് ഗ്യാപ്പിന് ശേഷം പുള്ളിപ്പുലി ഡബ് ചെയ്യാൻ വന്നപ്പോഴും എൻ്റെ ഡയലോഗിന് അതേ സ്പീഡ്. പക്ഷെ ഡബ് ചെയ്യാൻ വരുമ്പോൾ നമുക്കത് പാടാണ്, കാരണം ഇങ്ങനെ ഓടിയാലും എത്തില്ല. പക്ഷെ എന്നാലും ഞാൻ അപ്പോൾ ഓർക്കും ആ ഡയലോഗ് അടുത്തത് പറയുമ്പോൾ അടുത്ത സിനിമയിൽ ചെയ്യുമ്പം സ്ലോ ആയിട്ട് പറയണം എന്ന്. പക്ഷെ ഞാൻ പിടിച്ച് പറഞ്ഞാലും എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് പറയുന്നത്. പക്ഷെ വേറെ ആർക്കും അത് തോന്നില്ല. അതുപോലെയാണ് ഇവിടെ ഞാനിങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതെൻ്റെ നാട്ടിലുള്ള കാര്യം പറച്ചിലായിരിക്കും, ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ കാര്യം പറഞ്ഞു പോകുന്നത്. അതുകൊണ്ടായിരിക്കും പിടിച്ചൊക്കെ കാര്യം പറയണോ. ഇത്രയും കാലമായിട്ട് പിടിച്ച് സംസാരിച്ചില്ലല്ലോ, പിന്നെ കാര്യമായിട്ടൊരു വ്യത്യാസം ഉണ്ടാവില്ല. എന്നാലും സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്താൽ വണ്ണം കുറയുമെന്ന് പറഞ്ഞതുപോലെ ഒന്നും അറിയാലോ. അതെ അറിയാലോ. അതിനൊരു ചാവുണ്ട് കേട്ടോ. നമ്മള് ഷൂട്ടിങ്ങിന്റെ സമയത്തുള്ള അല്ല, നമ്മൾ ഇന്റർവ്യൂവിന്റെ സമയത്തും നമ്മളൊരു മെന്റലി ഒരു ഫിൽറ്റർ ഇട്ട് കഴിയുമ്പോഴാണ് നമ്മളത് സ്ലോ ആവുന്നത്. വലിയ ഫിൽറ്ററിംഗ് ഒന്നും ഇല്ലാതെ വരുമ്പോൾ നല്ല സ്പീഡിൽ സംസാരിക്കും അല്ലേ. എന്തെങ്കിലും ചോദിക്കുമ്പം അല്ല അതെന്ന് പറയുമ്പോൾ എന്നൊക്കെ പറഞ്ഞ സമയം എടുക്കുമ്പോൾ അവർ ചോദിക്കും അയ്യോ ഭയങ്കരമായിട്ട് സിനിമയിൽ വന്നിട്ട് വ്യത്യാസമായോ എന്നായിരിക്കും അടുത്ത ചോദ്യം വരുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ നിന്ന് കൊടുക്കാറില്ല. നമ്മൾ ഒപ്പം സിനിമയെ പറ്റി പറഞ്ഞു, ഒരു ക്രൈം ത്രില്ലർ ആണെന്നറിയാം, എന്നാലും കുറച്ചും കൂടി എന്തെങ്കിലും. ശരിക്കും അതൊരു ക്രൈം ത്രില്ലർ തന്നെയാണ്.
എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കിയതാ. ശരിക്കും ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലാൽ സാർ അതിലൊരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളായിട്ട്. അപ്പം ഒരു സസ്പെൻസ് ത്രില്ലർ ആണെന്ന് പറയുകയും ചെയ്യുന്നു. സോ എന്തായാലും ഈ കണ്ണ് ഇല്ലാത്തൊരു അവസ്ഥയിൽ അതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു, എന്ത് സസ്പെൻസ് ആണ് ഉള്ളത്, അതിനെ എങ്ങനെ പൊളിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കഥ. ഇപ്പൊ എല്ലാവരും ഒരു ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് കേൾക്കുമ്പോഴേ പല ആൾക്കാരും പലത് ഗസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവിടെ ഒരു മെയിൻ ഫാക്ടർ പുള്ളി ബ്ലൈൻഡ് ആണെന്നുള്ളതാണ്. അപ്പൊ സോ ഒരു കണ്ണില്ലാത്ത ആൾ എങ്ങനെ ത്രില്ലിംഗ് സംഭവം ചെയ്യണു എന്നുള്ളതാണ് ശരിക്കും ഞങ്ങളുടെ ഒപ്പം. അടുത്ത് നമുക്കുള്ള ചാലഞ്ചാണ് അത് എങ്ങനെയാണ് പോയി കാണുക എന്നുള്ളതല്ലേ. അപ്പൊ എന്തായാലും ഓണക്കാലാണ്, ഓണം വിശേഷങ്ങൾ പറയാൻ പറ്റില്ല. അനുശ്രീ നല്ലൊരു നാട്ടുമ്പുറത്തുകാരിയാണ്. അനുശ്രീ പറഞ്ഞാണ് ഞങ്ങൾക്കൊക്കെ അറിയാന്നുള്ളത്. നാട്ടിലെ ഓണവിശേഷങ്ങളൊക്കെ എങ്ങനെയാണ്? നാട്ടിലെ ഓണം ശരിക്കും പണ്ടത്തേക്കാട്ടിലും കുറവായി ഇപ്പോ. എന്നാലും ഊഞ്ഞാലിടലൊന്നും ഇപ്പൊ ഇല്ല, അതൊക്കെ നിന്നിട്ട് കുറേ ആയി. പക്ഷെ അത്തം ഇടും. ഇപ്പൊ ഇവിടെ ആയിരുന്നുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ അത്തത്തിന്റെ അന്ന് മുതൽ 10 ദിവസവും ഞാൻ ഇടും. പക്ഷെ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് എന്തായാലും തിരുവോണത്തിന് എന്തായാലും ഇടും. അത് ശരിക്കും ഈ പറഞ്ഞ ഡിസൈനിങ് സംഭവമൊന്നുമല്ല, മറ്റേ ചാണകമൊക്കെ മെഴുകിയിട്ട് റൗണ്ട്സ് ആണ് നമ്മൾ ചെയ്യുക. ആദ്യത്തെ ദിവസം ഒരു റൗണ്ട്, രണ്ടാമത്തെ ദിവസം അങ്ങനെ 10. അതെ. അപ്പൊ പണ്ട് ശരിക്കും ഞങ്ങള് പിള്ളേരെല്ലാം കൂടി ഈ നമ്മുടെ അമ്പലത്തിന്റെ അടുത്താണ് വീട്. സോ ബാലഗോകുലം ഉണ്ടാവും ഞങ്ങൾ. അപ്പൊ അവിടുത്തെ കുട്ടികളും വീടിനടുത്തുള്ള എല്ലാവരും കൂടി പൂ പറിച്ചിട്ട് അതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ശരിക്കും ഞാനും അങ്ങനൊന്നും ചെയ്യത്തില്ല. പാക്കറ്റ് ആയിട്ടുള്ളത് വാങ്ങുകയൊക്കെ ഉള്ളൂ. ചുറ്റുമുള്ള എന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ കല്യാണം കഴിഞ്ഞു പോയി. ഞാൻ മാത്രമേ ഉള്ളൂ. അത് അച്ഛനമ്മമാർക്കുള്ള ഒരു വാർണിംഗ് ആണ്. വേണ്ട പോയിന്റ് ടു ബി നോട്ടഡ്. ആരും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതെ, നിങ്ങൾ എന്തെന്നെ കാണാതെ കാര്യമായിട്ട് കല്യാണാലോചനയൊക്കെ നടക്കുന്നുണ്ട്? അയ്യോ ഇല്ല. എന്തായാലും നമ്മള് സിനിമയിലേക്ക് കാരണം കുറെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം. എന്തായാലും ഉണ്ടാവും. പക്ഷെ അതിനെപ്പറ്റി ഞാൻ ആ ടോപ്പിക്ക് ചോദിക്കാൻ ആക്ച്വലി ഉദ്ദേശിച്ചിരുന്നില്ല. ഒരു ടോപ്പിക് ഇങ്ങനെ വന്ന സ്ഥിതിക്ക് ചോദിച്ചില്ല. ഇപ്പോഴൊന്നും എന്തായാലും ഉണ്ടാവും. ഈ NCC കേഡറ്റായി അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ആർമി ഓഫീസർ ആവുന്നതിന് പകരം സിനിമയിലേക്ക് ഒരു ഇഷ്ടം തുടങ്ങിയത് എപ്പോഴായിരുന്നു? എനിക്ക് NCC കേഡറ്റ് പറഞ്ഞപ്പോഴാണ് തോന്നിയത്. അത് ശരിക്കും ഇതിന്റെ ഗ്യാപ്പിൽ ഞാൻ ഡിവോഷണൽ ആൽബംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ജസ്റ്റ് പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു ചാനലിൽ ഒരു ഓഡീഷൻ ഉണ്ട്, അപ്പോൾ എന്താ ലാൽ ജോസ് സാറിന്റെ പുതിയ മൂവിയിലേക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും അപ്പം അതിനോട് ഓക്കെ നായികയാവാം എന്നൊരു പ്രതീക്ഷയോട് കൂടെ ഒന്നും അല്ല. ഓക്കെ, ഒരു ഓഡീഷൻ വീട്ടിൽ വെറുതെ നിൽക്കുന്നു, ജസ്റ്റ് പോകാം എന്നുള്ള രീതിയിലാണ് ഞാൻ ശരിക്കും പോകുന്നത്. പക്ഷേ സെലക്ട് ആവുമെന്നോ വിന്നർ ആവുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഗ്രൂമിങ് സെഷനൊക്കെ തുടങ്ങി ഒരു വട്ടം സ്റ്റേജ്, ഞാൻ കലോത്സവം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ആർട്ടുമായിട്ട് ബേസ് ചെയ്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഫുൾ സ്പോർട്സ് ആയിരുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ. സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് പിന്നെയും ചെയ്യണമെന്ന് ശരിക്കും ആഗ്രഹം തോന്നിയതും. പിന്നെ അത് കഴിഞ്ഞു, ഡയമണ്ട് നെക്ലസ് ചെയ്തു. ഇനി എനിക്ക് ആക്ച്വലി ചോദിക്കാനുള്ളത് ഒപ്പത്തിലെ പാട്ടിനെ കുറിച്ചാണ്. കാരണം പ്രിയദർശൻ സാർ, ലാലേട്ടൻ മൂവികളിലൊക്കെ നല്ല നല്ല പാട്ടുകളാണ്. നമ്മൾ ഇപ്പോഴും എന്താ പറയുക ഫേവറേറ്റ് സോങ്സ് ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ അറിയാണ്ട് അതിലേക്കൊക്കെ പോകും. ഇതിലെ പാട്ടുകൾ എങ്ങനെയാണ്? ഇത് ശരിക്കും എല്ലാവർക്കും അറിയാം, ആദ്യം മിനുങ്ങും മിന്നാമിനുങ്ങി എന്നുള്ള സോങ് ആണ് വന്നത് ഓൾറെഡി. കാരണം അത് ഞങ്ങളുടെ പാട്ടിന്റെ മാത്രമല്ല, അതിൽ ശ്രേയ എന്ന് പറഞ്ഞ കുട്ടീനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കുട്ടിയാണ്. ശരിക്കും ആ മോൾ യഥാർത്ഥത്തിൽ പാടിയിരിക്കുന്നു. പിന്നെ മീനാക്ഷി, അവള് മറ്റേ അമർ അക്ബർ ആന്റണിയിൽ ഒന്നാമതേ പാട്ട് കറക്റ്റായിട്ട്, ഞാൻ തന്നെ അവളെ കണ്ടപ്പോൾ ഫസ്റ്റ് എങ്ങനെ കറക്റ്റായിട്ട് ആ ലിപ്സിങ്ക് ചെയ്തു. കറക്റ്റ് പല ആൾക്കാരും ആ കുട്ടി തന്നെയാണ് പാടിയിരിക്കുന്നത് തന്നെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർ രണ്ടും കൂടി ആയപ്പോഴേക്കും ശരിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്താണ് വേറെ സോങ്സിനെ പറ്റിയിട്ട് ഞാൻ പറയുമ്പോഴേ എനിക്ക് ഇങ്ങോട്ട് അയച്ചു തരും, എൻ്റെ ഫേവറേറ്റ് സോങ് ഇതാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ദിവസം വന്ന പാട്ട് അതാണ്. ശരിക്കും നല്ല സോങ്ങാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, കുട്ടികൾക്ക് വരെയും ഭയങ്കര ഇഷ്ടപ്പെടുന്ന സോങ്ങാണ്. പിന്നെ പ്രിയദർശൻ സാർ, മോഹൻലാൽ സാറിന്റെ മൂവിയിലെ പാട്ടിനെ പറ്റിയിട്ട് നമ്മൾ ആരും പറയേണ്ട ഒരു കാര്യവുമില്ല. അതുപോലെ തന്നെ ഇതിനെപ്പറ്റി ഞാൻ പറയാനായിട്ട് ആരുമല്ല. ഇനി പറയാനേക്കാൾ കൂടുതൽ നേരിട്ട് പോയി കാണുക എന്നുള്ളത്. അനുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓണം വളരെ സ്പെഷ്യലാണ്. കാരണം ഓണത്തിന് 2 റിലീസാണുള്ളത്, കൊച്ചവപ്പ ഉല അയ്യപ്പ കോയിലോ പിന്നെ ഒപ്പം. രണ്ടും എന്താ പറയുക ഒരുപാട് പ്രതീക്ഷകളുള്ള പ്രേക്ഷകരെ ഓൾറെഡി എന്താ പറയുക പേരുകൾ ടൈറ്റിൽ തന്നെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി തിയേറ്ററിൽ പോയി കാണുക എന്നുള്ള കടമ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സിനിമകൾ ഗംഭീര വിജയമാവട്ടെ, അതുപോലെ ഈ ഓണം അടിച്ചു പൊളിയാവട്ടെ. ഇനി നല്ല 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 സിനിമകൾ, സ്റ്റണ്ട് മാത്രമല്ല നല്ല പഴയ നാടൻ കഥാപാത്രമായിട്ടും ബോൾഡായിട്ടുള്ള പല പല ഡിഫറെന്റ് വളരെ വേഴ്സറ്റായിട്ടുള്ള കഥാപാത്രങ്ങൾ കിട്ടട്ടെ എന്ന് വിഷയം. ഇനി ഈ സന്തോഷം കൊണ്ടൊക്കെ നോക്കുള്ളൂ. താങ്ക് യു. എനിക്കും എന്താണ് ഈ ഓണം ഭയങ്കര സന്തോഷമുള്ളതാണ്. കാരണം 2 ചിത്രങ്ങളാണ്, ഒപ്പം അതുപോലെ തന്നെ കൊച്ചവ പൗലോ അയ്യപ്പ കോയിലോ. സോ 2 മൂവീസും എല്ലാവരും പോയി കാണുക. എനിക്ക് തരാനുള്ളൊരു ഓണസമ്മാനം, എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഓണസമ്മാനം ഈ ചിത്രങ്ങളാണ്. സോ എല്ലാവരും കാണുക, എൻജോയ് ചെയ്യുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.